ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഇവാ ബേബി നല്ല ഹാപ്പിയിലാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പൊതുവേ അവൾക്ക് അനിമൽസിനോട് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് നാളായല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ടിലെ ഫാം വില്ലയിലാണ് കേട്ടോ പോയത്. അവിടുത്തെ കാഴ്ചയും വിശേഷവുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒട്ടും വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഫാം വില്ലയുടെ എൻട്രൻസ്. പച്ചപ്പോടുകൂടി തന്നെ നല്ല രസത്തിലാണ് അവർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾക്ക് പോയി കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 150 മാത്രമാണ് കേട്ടോ ഉള്ളത്. ആദ്യം നമ്മൾ കാണുന്നത് ഒട്ടകത്തെയാണ് കേട്ടോ. ഒട്ടകത്തിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റി. അവർ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഇല തന്നിട്ടുണ്ടായിരുന്നു. ഇവാ ബേബിക്കാണെങ്കിൽ വല്ലാത്ത ഹാപ്പി ആയത് കണ്ടപ്പോൾ. ഫസ്റ്റ് തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തെ മാത്രമല്ല, നമുക്ക് അവിടെ വേറെ കുറച്ച് മൃഗങ്ങളുണ്ട്, അതിനും ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവാ ബേബി ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒട്ടകത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതിനെ അത്ഭുതകരമായി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പോയത് കാളക്കുട്ടൻ്റെ അടുത്താണ് കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് കുറുമ്പ. നമ്മൾ തൊടുന്തോറും അവനെ ഇളകിക്കൊണ്ടിരിക്കുക. ആദ്യമായി കാണുന്നത് കൊണ്ട് ഇവാ ബേബി ആദ്യം എൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ നടന്നു വന്നു. പിന്നെ നമ്മൾ കണ്ടത് അരയന്നങ്ങളെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നൊരു കാര്യം, ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ വോയിസ് ഓവർ വെച്ച് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കണേ. പിന്നെ നമ്മളെ കണ്ടത് പ്രാവുകളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കൂട്ടത്തോട് നിൽക്കുന്നതാണ്. അവർക്ക് ഓപ്പൺ പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പറന്ന് പുറത്തേക്കൊക്കെ വരാം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ആട്ടിൻകുട്ടിയുടെ അടുത്താണ് കേട്ടോ. അതിനെങ്കിൽ പാവം വെയിലൊക്കെ തളർന്നു നിൽക്കുമായിരുന്നു. ഇവാ ബേബിക്ക് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായി. അവളുടെ ഫേവറേറ്റ് ആണ് ആട്ടിൻകുട്ടി. നോക്കിയിരിക്കുകയാണ് കേട്ടോ ആട്ടിൻകുട്ടി. അമ്മ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ്. അവൾക്കാണെങ്കിൽ അതിൽ തൊടണമെന്നുണ്ട്. എന്നാൽ തൊട്ടാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് മാറിപ്പോവുക. ഞാൻ തൊടുന്നത് നോക്കിയിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയില്ല, അവൾ ഇരുന്നിട്ടാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഭയങ്കര ഹാപ്പിയായി. അവൾ കളിയും ചിരിയും പാട്ടുപാടി കൊടുക്കലും ഉമ്മ എന്ന് പറയലും അങ്ങനെ ഒരുപാട് ഇഷ്ടമായിട്ടോ. കുറേ നേരം അവൾ അതിൽ നോക്കി കളിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് എല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് എമുവിൻ്റെ അടുത്താണ് കേട്ടോ. 2 എമു നമുക്കതിന് ഫീഡ് ചെയ്യാൻ പറ്റും. അവർ നമുക്കതിൽ. പിന്നെ നമ്മൾ കണ്ടത് താറാവിനെയാണ് കേട്ടോ. പലതരം താറാവുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർക്കായിട്ട് പ്രത്യേകതരം വീട് പോലെയും കുളവും പോലെയും അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അടുത്തതായി കണ്ട് നമ്മൾ മുയൽക്കുട്ടന്മാരെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. കാണാൻ മാത്രമല്ല, നമുക്ക് തൊടാനും പറ്റും കേട്ടോ, എടുക്കാനും പറ്റും. പലതരത്തിലുള്ള മുയൽക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. പലതരം കാറ്റഗറിയിൽപ്പെട്ടത് ഭംഗി പോലെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ മുയൽക്കുട്ടന്മാരാണെന്ന് അറിയേയില്ല. കണ്ണ് പോലും അതിൻ്റെ അറിയുന്നില്ല. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇതിൻ്റെ കണ്ണ് എവിടെയെന്നും പറഞ്ഞിട്ട്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവാ ബേബി നേരെ നോക്കുക, എന്താ ഈ സാധനം എന്ന് പറഞ്ഞിട്ട്.
വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ ഇവാ ബീബിനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞാറ്റ എന്നാ വിളിക്കുക. ഇനി അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് കിളികളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, പലതരം കളറെല്ലാമായിട്ട്. അടുത്തതായി കണ്ടത് റെഡ് ഹാൻഡ് തംറിൻ ആണ് കേട്ടോ. അത് സൗത്ത് അമേരിക്കൻ കാരണമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരെ കാണാൻ. പിന്നെ നമ്മൾ കണ്ടത് പാമ്പിനെയാട്ടോ. കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പാമ്പ്. പാമ്പ് കാണാൻ മാത്രമല്ല കേട്ടോ, എടുക്കാനും പറ്റും. അങ്ങനെ ആദ്യമായിട്ട് എടുത്തത് ഇവാ ബേബിയുടെ അച്ഛനാണ് കേട്ടോ. ആൾക്ക് നല്ല ധൈര്യമാണ് തോന്നുന്നു. ധൈര്യം കൂടിപ്പോയത് കൊണ്ടാണ് പാമ്പിൻ്റെ തല പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യം കണ്ട് ഞാനും ഇറങ്ങി പാമ്പിനെ പിടിക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. പാമ്പിനെ കഴുത്തിലിട്ടപ്പോൾ ഒരു വഴുവഴുപ്പ് പോലെ തോന്നി. പേടി കൊണ്ടാണ് കേട്ടോ അനങ്ങാതെ ഈ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത്. അവിടെ ഒരു പാമ്പ് മാത്രമല്ല, മറ്റു 3 പാമ്പ് കൂടി ഉണ്ട് കേട്ടോ. ദിവസം അവർ ഓരോ പാമ്പിനെ മാത്രമേ ഇറക്കുള്ളൂ. അവിടെ വരുന്ന കാഴ്ചക്കാർ മൊത്തം അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് കയറിയാൽ തന്നെ ചോദിക്കും പാമ്പിനെ. ഞങ്ങൾ പാമ്പിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത് കൂടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്ന്. അവരെ അന്വേഷിച്ച് പോയപ്പോൾ ദേ നിൽക്കുന്നു. അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ, പക്ഷെ അത് ആസ്വദിച്ച് നിൽക്കുക. ഫ്ലൈയിങ് സ്ക്വിറലാണ് കേട്ടോ. അതായത് പറക്കുന്ന അണ്ണാൻ. കാണുമ്പോൾ ശരിക്കും അണ്ണാൻകുഞ്ഞ് പോലെ തന്നെയാണ്, പക്ഷെ അത് പറക്കും. അതിന് ചിറകുണ്ട് കേട്ടോ. ഇതിനെ കയ്യിലെടുക്കുന്നത് കണ്ട് എനിക്കെന്താ അച്ഛാ എന്ന് പറഞ്ഞ് ഇവാ ബേബി വാശി പിടിക്കാൻ തുടങ്ങി. ഒന്ന് തരുമോ എന്ന് പറഞ്ഞ് കുറേ നേരം കരഞ്ഞു കിട്ടും. അപ്പോഴാണ് എൻ്റെ കയ്യിലോട്ട് വേറൊരു സാധനത്തിന് കൊണ്ടു തരുന്നത്. അത് ശരിക്കും കണ്ട അണ്ണാൻകുഞ്ഞിനെ പോലെ തന്നെയാണ് തോന്നുക, പക്ഷേ അത് പറക്കും കേട്ടോ. രണ്ടുപേരുടെയും കയ്യിലോട്ട് മാറി മാറി നോക്കി. അവസാനം ഞാനൊന്ന് തൊട്ട കൊടുത്തു, അവളൊരു ഉമ്മയും കൊടുത്തു. പിന്നെ ആള് വിടുന്നേയില്ല, വെറുതെ തൊടാൻ നോക്കി. മെല്ലെ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ആള് പിന്നാലെ അവൻ്റെ കയ്യിൽ പോയിട്ട് പിടിക്കുക വേണമെന്ന് പറഞ്ഞു.